കനത്ത സുരക്ഷയ്ക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത് പമ്പയിൽ നിന്ന് കെട്ടിനിറച്ച ദ്രൗപദി മുർമു ശബരിമലയിലെത്തിയത് പ്രത്യേക വാഹനത്തിലാണ്. പൂർണ്ണ കുംഭം നൽകി ആണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് തന്ത്രി. രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ പത്തനംതിട്ട പ്രമാടത്ത് ഹെലിപാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് കേരള പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. MG പ്രതീഷാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതീഷ്, ശബരിമല ദർശനം കഴിഞ്ഞു, അയ്യനെ വണങ്ങി രാഷ്ട്രപതി. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട്, സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇത് എപ്പോഴേക്ക് അവർക്ക് സാധാരണ രീതിയിൽ ദർശനം നടത്താനാകും? ക്രിസ്റ്റീന, രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തീർത്ഥാടകരെ നിയന്ത്രിച്ചു തുടങ്ങിയത്. വളരെ കുറച്ച് തീർത്ഥാടകരെ മാത്രമാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പൂർണ്ണമായ നിയന്ത്രണമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തീർത്ഥാടകരെ പമ്പയിലേക്കോ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തേക്കോ അനുവദിക്കുകയുള്ളൂ. ഒരു 3 മണിയോടുകൂടി തന്നെ രാഷ്ട്രപതി അയ്യപ്പ ദർശനം പൂർത്തിയാക്കി ശബരിമലയിൽ ചെലവഴിച്ച ശേഷം പമ്പയിൽ നിന്ന് മടങ്ങും. അതിനുശേഷം നിലയ്ക്കലിലുള്ള അല്ലെങ്കിൽ നിലയ്ക്കലിലേക്ക് എത്തുന്ന തീർത്ഥാടകരെ കടത്തിവിടും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ തുലാമാസ പൂജകൾക്കായി തുറന്ന ശബരിമല നട ഇന്ന് അടയ്ക്കും. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ഈ രാഷ്ട്രപതിയുടെ ദർശനം പൂർത്തിയാക്കിയ ശേഷം കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ഉണ്ടാവുക. ആ സമയങ്ങളിൽ എത്തുന്ന തീർത്ഥാടകരെ കയറ്റിവിടും എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദർശനം പൂർത്തിയാക്കി ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി മടങ്ങുകയാണ്. ആദ്യം 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനമാണ് രാഷ്ട്രപതി നടത്തിയത്. 11:50 തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി. 18-ാം പടി കയറി എത്തിയ രാഷ്ട്രപതിയെ ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് സ്വീകരിച്ചത്. പൂർണ്ണ കുംഭം നൽകിയാണ് ആചാരപരമായി ക്ഷേത്ര തന്ത്രി രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. തുടർന്ന് ഏറെ നേരം ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പനെ തൊഴുതു. ഒപ്പം ഈ ക്ഷേത്ര തന്ത്രി പ്രസാദവും മറ്റ് പുണ്യതീർത്ഥവും ഉൾപ്പെടെ രാഷ്ട്രപതിക്ക് നൽകിയിരുന്നു. ഒപ്പം കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചില ആശയവിനിമയങ്ങൾ ഈ ശബരിമലയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിനുശേഷമാണ് രാഷ്ട്രപതി ഈ മാളികപ്പുറം ദർശനത്തിനായി പോയത്. മാളികപ്പുറം ദർശനവും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കായിരിക്കും രാഷ്ട്രപതി പോവുക. അവിടെ വെച്ച് ദേവസ്വം ബോർഡ് പ്രത്യേക ഉപഹാരം രാഷ്ട്രപതിക്ക് കൈമാറും. ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരിക്കും രാഷ്ട്രപതിക്ക് തുടർന്നുള്ള സമയങ്ങളിൽ വിശ്രമത്തിനുള്ള ക്രമീകരണവും ഒരുക്കിയിരിക്കുന്നത്. ഉച്ചഭക്ഷണവും ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി തിരികെ മടങ്ങുന്നത്. ഈ നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോകുമെന്നതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്നാണ് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഹെലികോപ്റ്റർ ഇറങ്ങി പിന്നീട് റോഡ് മാർഗം പമ്പയിലേക്ക് വരേണ്ടി വന്നത്. തിരികെയും ആ രീതിയിലുള്ള ഒരു യാത്രാ ക്രമീകരണമായിരിക്കാം രാഷ്ട്രപതിക്ക് ഒരുക്കാനുള്ള സാധ്യത. കാരണം ഈ നിലയ്ക്കലിൽ ഇപ്പോഴും ഒരു കാലാവസ്ഥ ഒരു അനുകൂല സാഹചര്യമല്ല, ഒരു മങ്ങിയ കാലാവസ്ഥയാണ് ഈ നിലയ്ക്കലിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൂടൽമഞ്ഞിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ റോഡ് മാർഗം തന്നെ രാഷ്ട്രപതി പത്തനംതിട്ടയിലേക്ക് പോയി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മാളികപ്പുറം ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VN വാസവൻ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ട്. ഒപ്പം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ശബരിമലയിലെയും മാളികപ്പുറത്തിലെയും ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ രാഷ്ട്രപതി അവിടെ നിന്ന് പോകുന്നത്. കൃത്യമായ സുരക്ഷാ ഒരുക്കങ്ങൾ, ഒപ്പം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കിയിരുന്നു. മറ്റ് ആളുകളെ, ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ മാത്രമാണ് രാഷ്ട്രപതി പോകുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ശബരിമല സന്നിധാന പരിസരത്തൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് തീർത്ഥാടകരെ ഉൾപ്പെടെ അവിടെയുള്ള ഈ കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഉൾപ്പെടെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ക്രമീകരണം രാഷ്ട്രപതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിൽ ഒരുക്കിയിരുന്നു. സന്നിധാനത്ത് മാത്രമല്ല രാഷ്ട്രപതി പോകുന്ന ഇടങ്ങളിലൊക്കെ
ഗേറ്റിലൊക്കെ തന്നെ വലിയ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ആ സുരക്ഷാ അകമ്പടിയോടുകൂടി തന്നെ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയിരിക്കുന്നു. ഇനി ദർശനം നടത്തി ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കായിരിക്കും രാഷ്ട്രപതി പോവുക. അവിടെ വിശ്രമിച്ച ശേഷം 3 മണിയോടുകൂടി തന്നെ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് നിന്ന് മടങ്ങും. ഈ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ പോലീസിന്റെ വാഹനത്തിലായിരിക്കും രാഷ്ട്രപതി പോവുക. ഇപ്പോൾ രാഷ്ട്രപതി ഗസ്റ്റ് ഹൌസിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ചായിരിക്കും ദേവസ്വം ബോർഡും രാഷ്ട്രപതിക്ക് ഉപഹാരം കൈമാറുക. എന്തായാലും നിലവിൽ രാഷ്ട്രപതിയുടെ ദർശനം, അയ്യപ്പ ദർശനം പൂർത്തിയായിട്ടുണ്ട്. ക്രിസ്റ്റീന, രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനം പൂർണ്ണമായിരിക്കുകയാണ്. ഇരുമുടിക്കെട്ട് നിറച്ച് 18ാം പടി കയറി അയ്യനെ ദർശിച്ച് വണങ്ങിയതിനു ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി സംസ്ഥാനത്തെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശബരിമല ദർശനം. ശബരിമല ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ ഭക്തർക്ക് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാഷ്ട്രപതിയും അതിൽ ഔദ്യോഗിക സംഘത്തിലുള്ളവരും മാത്രമാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രപതിയോടൊപ്പം ശബരിമല ദർശനം നടത്തിയതും ആ ഔദ്യോഗിക സംഘത്തിലുണ്ടായിരുന്നവരാണ്. എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചു തന്നെയാണ് രാഷ്ട്രപതി ഇന്ന് അയ്യനെ വണങ്ങി ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. ശബരിമലയിലെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി പൂർണ്ണകുംഭം നൽകിയാണ് എല്ലാ ആദരവോടും കൂടെ സ്വീകരിച്ചത്. അതിനുശേഷം ഇരുമുടിക്കെട്ട് നിറച്ചതിന് ശേഷം 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി മാളികപ്പുറം ക്ഷേത്ര ദർശനവും പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയാണ്. 3 മണിക്ക് ശേഷം അവിടെ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.